കല്യാണമരം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ചെറിയ സിനിമയാണ്. നമ്മുടെ കുറച്ച് ഗ്രാമീണ പശ്ചാത്തലമൊക്കെയുള്ള അവിടുത്തെ ആളുകളും അവരുടെ ചിന്താരീതികളും വൈകാരിക തലങ്ങളും ഒക്കെ കവർ ചെയ്യുന്ന ഒരു കുഞ്ഞു സിനിമ. എന്റെ ക്യാരക്ടർ ഒരു തട്ടുകട നടത്തുന്ന ഒരാളായിട്ടാണ്. നാടൻ ക്യാരക്ടർ അല്ല, ഇയാൾ ടൗണിലാണ്. അപ്പൊ ഈ ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ടൗണിലേക്ക് ഒരു ആക്സിഡന്റിൽ ഇവർ മീറ്റ് ചെയ്യുകയും അതിനുശേഷം ഇദ്ദേഹത്തെ പെണ്ണാലോചിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ട്രാക്കാണ് ഞങ്ങളുടെ. രാഖി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. രാഖി ഒരു ഹൈ റേഞ്ച് പ്രദേശത്തുള്ള ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. പട്ടണത്തിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പട്ടണത്തിലേക്ക് വരികയും അവിടെ വെച്ച് സല്ലനെ കാണുകയും അങ്ങനെയാണ് അവർ തമ്മിലുള്ളൊരു ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അതാണ് അതിന്റെ ഒരു ലൈൻ. ഇനി കൂടുതൽ പറഞ്ഞാൽ പടം ഇതാവും. മുമ്പ് സാധാരണ ചെയ്യുന്ന സിനിമകളാണ്, അതിന്റെ ഫിലിം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇതൊരു കുറച്ച് ഇത് കോമഡിയാണ്. ഇതിപ്പം കോമഡി എന്ന് പറയുമ്പോൾ ജാനമനകത്ത് വില്ലൻ ആണെങ്കിലും അതൊരു കോമഡി ക്യാരക്ടറായിരുന്നു. അതുപോലെ കോമഡി കുറച്ച് പടങ്ങളിൽ കോമഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ഇതിനകത്ത് പല സീനുകളും നമ്മൾ ഭയങ്കര എന്താണ് നമുക്ക് ക്രിയേറ്റീവ്ലി എൻജോയ് ചെയ്ത് നമ്മുടെ ഇൻപുട്സ് കൊടുത്ത് ചെയ്യാൻ പറ്റിയ കുറെ സീൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഇൻപുട്ട് അത് ഇതുവരെ കാണാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ കഥാപാത്രങ്ങൾ വെച്ച് കുറച്ചധികം ഒരുമിച്ചുണ്ടായി. ഇവൻ നേരത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്ന പോലെ തമാശ രൂപേണാണെങ്കിലും കമന്റ് വന്നതുപോലെ ഫഹദ് പോലെ ഇരിക്കുന്നതാണ്. ഇത് പണ്ട് മുതലേ കേൾക്കുന്നുള്ളൂ, ഇപ്പോഴും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു പോസിറ്റീവ് ആയിട്ടാണോ? ഇപ്പൊ കുറച്ച് കേൾക്കുന്നില്ലായിരുന്നു, കാരണം പടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്റർവ്യൂ ഇല്ലായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് നമ്മൾ ഒരു അറിയപ്പെടുന്ന ഒരു താരത്തെ പോലെ ഇരിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ചില ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ചിലപ്പോ നമുക്കൊരു ഇറിറ്റേഷൻ ആയിട്ട് അല്ല, അങ്ങനെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർ ഇപ്പൊ ഓരോ പോലെ പറയില്ലേ. ഇപ്പൊ ചിലരെ കുറിച്ച് നമ്മൾ മറ്റു പല രീതിയിൽ കമന്റ് പറയില്ലേ. അപ്പൊ ഇതൊക്കെ എടുക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ഇതൊക്കെ തള്ളിക്കളയുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് പറയുന്നവര് പറയുന്നു, ആരെങ്കിലും കോംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഫഹദ് ഫാസിലിനെ പോലെ ഇരിക്കുന്നു പറയുന്നത് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലേ? എന്റെ ഫീലിംഗ് വൈസ് എനിക്ക് അഡ്വാൻറ്റേജ് ആണ്. അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതെ അതെ ഫഹദാണ് അതെന്ന് പറയുന്നു അഭിനയിക്കുന്നത്. അതെ, ആരാധകരെ കൊണ്ട് ഇല്ല. അതായത് ഫഹദിന്റെ ആക്ടിങ് ഞാൻ സ്ക്രീനിൽ വെച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. പുള്ളിനെ ഞാൻ ഇതുവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കാണുമ്പോ സല്ലനായിട്ടാണ് ഉണ്ടായിരുന്നത്. അതല്ലാത്ത സമയത്ത് അതെ, സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സല്ലനായിട്ട് നല്ല രസമായിരുന്നു. നമുക്ക് വർക്ക് ചെയ്യുമ്പോ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ ആക്ടേഴ്സ് തമ്മിൽ. കാരണം ഇറ്റ്സ് ജസ്റ്റ് നോട്ട് അബൌട്ട് യു. നമ്മളൊരു സീൻ ഷെയർ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സംഭവങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ പെർഫോമൻസും അതിനനുസരിച്ച് നന്നാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് വാസ് റിയലി നൈസ്. ആ ഒരു ബോണ്ട് നല്ലതായിരുന്നു. 19 ഒരു 10-35 സിനിമ കഴിഞ്ഞിട്ടുണ്ടാവും, ചെറിയ ചെറിയ റോളുകളില് മൊത്തത്തില്. 8 വർഷമായി. 8 പോരല്ലോ. 2018, 2026, 18 17 മാർച്ച് 3 അങ്കമാലിയുടെ ഇറങ്ങിയത്. അപ്പം 9 വർഷം. ഇപ്പോ
ഇപ്പോ ഈ സിനിമ വരുമ്പോൾ ക്യാരക്ടർ അതേപോലെയുള്ള മെയിനായിട്ട് പ്രതികരിക്കുന്ന അങ്ങനെയുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണോ സിനിമയിൽ അല്ലല്ലല്ല വാടുന്ന ടോട്ടലി എൻറ്റയർലി ഡിഫറെന്റ് എന്താ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണിത്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ദേവനന്ദയുടെ ചേച്ചിയായിട്ടാണ് അതെ അതെ. പിന്നെ ദേവനന്ദ ഇസ് എ ലിറ്റിൽ ബിറ്റ് മോർ സ്ട്രോങ്ങർ കമ്പയർഡ് ടു അതെ. രാഖി. ഇത് എതിർത്ത് ഒരു വാക്കുപോലും പറയാത്തൊരു പാവം. പാവം കുട്ടിയാ റിയൽ രാഖി. ലൈഫിൽ അങ്ങനെയാണോ? പറഞ്ഞ കുഴപ്പമില്ല. അതിന് പറയുന്നുണ്ടായിരുന്നത് അമ്മയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ ആ റിലേറ്റഡ് അങ്ങനത്തെ കുട്ടിയായിട്ട് അതേ അതായത് അല്ല, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇതല്ലേ. അതെ, ഞങ്ങൾ തമ്മിലുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് അത് പറഞ്ഞത്. അല്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കൂല അമ്മ പറഞ്ഞ. അപ്പൊ ഇതില് കുറച്ച് അഭിനയിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഓ, ഇതിൽ ഒരുപാട് നമുക്കത് മനസ്സിലാവും. വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ 9 വർഷമായി അപ്പൊ പിന്നെ രംഗത്ത് പോയിട്ട് അതിനൊക്കെ വർഷമായി ഞങ്ങള് സെയിം ആണ്. സെയിം ഞങ്ങള് അങ്കമാലി ഡയറീസിലാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും. ആക്ച്വലി അതിന് മുമ്പ് ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട്. അതിന് ഞാനും ചെയ്തിട്ടുണ്ട്. അല്ല അപ്പൊ അല്ല, അത് പക്ഷെ അത് ഇതാണ് ആർട്ട് മൂവിയില് സെയിം. പറഞ്ഞു വന്ന ബാലനിക്ക് അപ്പൊ ഞാൻ ചോദിച്ചേ നിങ്ങൾ രണ്ടുപേരും ഷോയ സമയത്തൊക്കെ തന്നെ വന്നു. അപ്പൊ വന്ന സമയത്തൊക്കെ നമ്മൾ കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്ത് ഒരു ആർത്തിയാണല്ലോ. അതെ അതെ അതെ. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ ആ ഒരു വലിയ മാറ്റമൊന്നുമില്ല. സെലക്ഷൻ പ്രോസസ് ഒന്നുമില്ല, ഇപ്പോഴും ആർത്തി തന്നെയാണ്, പക്ഷെ വിളിക്കുന്ന കുറവാണ്. നിങ്ങൾ ചാൻസ് പോകാറില്ല. നിങ്ങൾ വരട്ടെ വിളിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുക. ഒരിക്കലും അല്ല, നമ്മള് കാണുന്നവരും എല്ലാരോടും കാണുന്നവരെല്ലാം ചോദിക്കും, ചാൻസ് ചോദിക്കും. പക്ഷെ പറഞ്ഞ പോലെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പോയിട്ട് സെറ്റിലൊക്കെ പോയി ശല്യപ്പെടുത്തി ചോദിക്കാൻ പറ്റില്ലല്ലോ. അത്രയും ചെയ്യാറില്ല. പക്ഷെ കാണുമ്പോ എന്താ ചോദിക്കാറുണ്ട്, ഒബ്വിയസ്ലി ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ചോദിച്ചിട്ട് കിട്ടുന്നതാണോ അല്ലാതെ അല്ല അല്ല എനിക്ക് അല്ലാതെ കിട്ടുന്നതാണ്. എനിക്ക് ചോദിച്ചിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. ഇല്ല കിട്ടിയിട്ടൊന്നുമില്ല. ഭയങ്കര സ്ട്രേഞ്ച് ആണ്. നമ്മൾ ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് റോള് കിട്ടിയിട്ടില്ല. അങ്കമാലി ഡയറക്ടർ കഴിഞ്ഞിട്ട് ഓഡിഷൻ ചെയ്തിട്ട് എനിക്ക് റോള് കിട്ടിയിട്ടില്ല. ഞാൻ ഓഡിഷൻ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ്. എനിക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്ത ഒറ്റ ഓഡിഷൻ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ആടിപ്പോ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആർട്സ് വരുമ്പോൾ നമ്മൾ ഓഡിഷൻ ചെയ്തായിരിക്കണം. പിന്നെ സിനിമയ്ക്ക് ഹിന്ദി പടത്തിന് ഇപ്പൊ ഞാൻ 3 ഓഡിഷൻ ചെയ്തു. ഹിന്ദി അറിയാത്തതുകൊണ്ട് കിട്ടിയില്ല. നടക്കുന്നുണ്ട്. ഓഡിഷൻ നടക്കുന്നുണ്ട്. അത് നമ്മള് ലൈഫ് ടൈമാണ്. ഇല്ല, അത് നമ്മുടെ ഈഗോ ഹർട്ടാകും, പക്ഷെ ചെയ്യും. അല്ല ചില ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ഓഡിഷൻ പോലെ ഒരു മടിയാണ്. ഉറപ്പായിട്ടും മടി വരും. അല്ല, അത് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മളെ അറിയാവുന്നവർക്ക് നമ്മൾ ഓഡിഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവര് നമ്മുടെ ഇത്രയും പടങ്ങളും പെർഫോമൻസ് എല്ലാം കാണുമല്ലേ. വീണ്ടും ഓഡിഷൻ ചോദിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അല്ല. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഓഡീഷൻസ് ആർ നെസസറി ആൻഡ് ലൈക്ക് യുനോ, അതായത് ഒരു ക്യാരക്ടറിന് നമ്മൾ ആപ്റ്റ് ആണോ എന്ന് നോക്കാൻ ശരിയാണ്. വേണ്ടിയിട്ട് ഇവർക്കൊക്കെ ഓഡിഷൻ ചെയ്യേണ്ടി വരും. കാരണം ചില ക്യാരക്ടേഴ്സുകൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഡയറക്ടേഴ്സിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. ഓഡിഷൻ ചെയ്യും. അപ്പൊ ഇപ്പൊ ഈ നായകനായിട്ട് ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നുണ്ട്. അയ്യോ, അതിലേക്ക് പോണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പൊക്കോ. അത് അങ്ങനെ വരുമ്പോ നായകനാണ് എന്ന് പറയുന്ന ഒരു ജാട വരാം. പക്ഷെ അതേ സമയത്ത് ടെൻഷനും വരാം. ഏതാണ് കൂടുതൽ വരാറുള്ളത്? ഞാൻ ജാടാന്ന് ഉദ്ദേശിച്ച പോസിറ്റീവായിട്ട് ഉദ്ദേശിച്ചത് നായകനാണല്ലോ. ഈ നായകനാണെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ആ സെറ്റിൽ മാത്രം ഒരു കുറച്ച് എന്താണ് ആധിപത്യം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ല, ആളുകളോട് നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടാം. ഇപ്പം വയസ്സെത്രയെന്ന് പറഞ്ഞ പടം ചെയ്ത് കഴിഞ്ഞപ്പം മറ്റു ആർട്ടിസ്റ്റുകൾ വന്നപ്പം എല്ലാരും നോക്കുമ്പോൾ ഞാൻ തറയിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവരങ്ങനെ പരസ്പരം പറയുന്നുണ്ടായി, ലീഡ് ചെയ്യുന്ന ആളാണ് പുള്ളി തറയിലിരിക്കുന്നത്, പിന്നെ നമുക്ക് അങ്ങനെ മോശമല്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. അതല്ലാതെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള ആളുകൾ വല്ല ഇടിയും വെച്ചത്. അല്ല, പടം അതുപോലെ ഹിറ്റ് ആവണം. അങ്ങനെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. റെക്കഗ്നീഷൻ കിട്ടും, നമുക്ക് അടുത്ത പടം കിട്ടും. അതിന് നമുക്ക് നായകനായിട്ട് ചെയ്യാം. സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോ പ്രശ്നം ഉണ്ടാവാറില്ലേ? വിഷമം നമുക്ക് അത് ആദ്യമേ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഈ പടം ശ്രദ്ധിക്കപ്പെടുകയോ ഇല്ല എന്നുള്ളത്. അതെ. പിന്നെ ഓരോ സിനിമയ്ക്ക് ഓരോ ഫേറ്റ് ആണ്. നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല ഈ പടം അങ്ങനെ ഭയങ്കരമായിട്ട് താഴെപ്പോവും. വയസ്സെത്രയോ OTT-യിലൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾ കാണുകയും നല്ല പടമായിരുന്നല്ലോ, എന്താ വർക്കാവാതെ പോയെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ, യെസ്, അവിടെയാണ് നിങ്ങളെ പരിചയം അല്ലേ. പുള്ളിയെ അപ്രീഷിയേറ്റ് ചെയ്ത് ഉള്ളൊഴുക്കൊന്നും പിന്നെ നമുക്ക് പേരില്ല. ഐ മീൻ നമ്മുടെ തല വരുന്ന റെസ്പോൺസിബിലിറ്റി അല്ല. അത്ര അങ്ങനെയുള്ള പടങ്ങളുടെ ഭാഗമാകാന്ന് പറയുന്നത് അത് നമ്മൾ അത്ര വലിയ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ റോള് നമ്മളെ വിശ്വസിച്ച് നമ്മളെ മാത്രം വെച്ച് ഇയാള് മതി എന്ന് തീരുമാനിച്ച് ചെയ്യുന്നതൊക്കെ അതിൽ ഔട്ട് ഓഫ് ലെക്ക് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
ക്രിസ്റ്റോയ്ക്ക് കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് വന്നേനെ. അഭിനയിക്കാൻ. അതിലഭിനയിക്കാൻ പോയ ആദ്യ ദിവസങ്ങളിലൊക്കെ പാർവതി ഋഷിക്കാണ് പുറത്തുള്ളത്. അതെ. എന്തായാലും ഒരു നേരത്തെ ഉത്തരവാദിത്തം ഇല്ലെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ? അങ്ങനെ ടെൻഷൻ അടിക്കാറില്ല ഞാൻ. ഉർവശിമ പ്രത്യേകിച്ച് ഭയങ്കര ഫ്രീ ആണ്. പാർവതി അടുത്ത് പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകില്ല. അതുകൊണ്ട് അല്ല, ഞാൻ ടെൻഷൻ ഉദ്ദേശിച്ചത് പെർഫോം ചെയ്യുമ്പോഴാ പെർഫോമൻസിന്റെ കാര്യത്തില് ഞാൻ ചോദിച്ചാൽ നമുക്കൊരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാവും. അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇയാൾ ഇനിയിപ്പോ ഇവരുടെ പെർഫോം ചെയ്യും. ഓ അല്ല, അത് നമുക്ക് ഈ തുടക്കത്തിൽ അങ്ങനെ ബഡ്ജറ്റ് ഇല്ലാത്ത പടങ്ങളെ കിട്ടുള്ളൂ നായകനായിട്ട്. വലിയൊരു ബ്രാൻഡോ വലിയൊരു ഡയറക്ടറോ ഒന്നും നമ്മളെ വെച്ച് പടം ചെയ്യാനായിട്ട് വരില്ല. അല്ല പിന്നെ അതുപോലെ അയാൾ മതി, ആ ക്യാരക്ടർ അയാൾ ചെയ്താലേ വർക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ വർക്കാവും. ഐ മീൻ അങ്ങനെ പടം കിട്ടും. അതൊക്കെ ലെക്കാണ്. ആ ലെക്കിലേക്ക് എത്തിയിട്ടില്ല. അതെ, വേറൊരു ഇതിലേക്ക് പോയി കറക്റ്റായിട്ടാണ് ചെയ്തത്. അപ്പൊ ഇനിയും ഇതേപോലത്തെ സിനിമകൾ വരുമ്പോൾ വിജയിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഓ ഒരിക്കലും ഇല്ല. കർമ്മണ്യ വാരി കാരസ്ഥി സിനിമകൾ ചെയ്യാന്നുള്ളത് അതെ ഉറപ്പായിട്ടും സിനിമകൾ ചെയ്യാം. ഈ ഇടയ്ക്ക് നല്ല വില്ലൻ വേഷം ചെയ്യുമ്പോൾ പൊത്ത പോലത്തെ റോളൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിലും വലിയൊരു വില്ലൻ വേഷം ഇപ്പൊ ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റാത്ത അതിന് പേരിട്ടില്ല പടത്തിന്. ബാസി ഇന്ദ്രൻ ചേട്ടന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഒരു രസമല്ലേ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം. വില്ലത്ത് ചെയ്യുമ്പം പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒന്നും. ഐ വുഡ് ലവ് ടു ട്രൈ. അതായത് ഇപ്പൊ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനം അല്ലാതെ കുറച്ച് വൈ നോട്ട് കുറച്ച് വട്ടുള്ള വില്ലൻ ഇപ്പൊ ജാനമന്നകത്ത് വില്ലൻ ചായവുള്ള ഒരു വേഷമായിരുന്നു. അല്ല, അത് വരുമ്പോ മാത്രമല്ല, ഇപ്പൊ ഉള്ളൊഴുക്ക് വന്നപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ ജാനമന്റെ വർക്കായതെന്നു വെച്ചാല് എന്റെ നാട്ടിൽ തന്നെയുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. അപ്പൊ അവരുടെ എനിക്കൊരു മാനറിസം പിടിക്കാന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് അല്ല. പിന്നെ ഉള്ളൊഴുക്കില് അസുഖമുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ശരിക്കും. റിയലി ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇയാൾ മരിക്കുമ്പം എങ്ങനെയായിരിക്കും ഇയാൾ മരിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അതൊക്കെ ഔട്ട് ഓഫ് ലുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. അല്ല, ഇടയ്ക്ക് എന്തോ ഒരു ഡിസ്കഷൻ വന്നായിരുന്നു, എന്താ പങ്ക്ച്വേഷനെ കുറിച്ച്, കറക്റ്റ് ടൈമിൽ വരണം. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നോ എക്സ്ക്യൂസ് ഫീൽഡാണ്. എനിക്ക് പനിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുളിച്ചില്ല, അങ്ങനെ ഉള്ള എക്സ്ക്യൂസ് ഒന്നും ഇല്ല. കറക്റ്റ് ടൈമിൽ സെറ്റിൽ വരിക. കാരണം നിങ്ങൾ കോടികൾ, ടൈം ഈസ് മണി പടത്തിൽ. അപ്പൊ അവരെന്തോ ഒരു സാധനം ആർഗ്യുമെന്റ് പറഞ്ഞു, എന്താ ഓർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു സാധനം ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു നടക്കി പോകില്ല, ഡിസ്കഷന് പോയില്ല. അങ്ങനെയല്ല, അവരുടെ ചിന്താഗതി വേറെ ലെവലിൽ നിൽക്കുന്ന സാധനം. അത്ര ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. മനസ്സിലായില്ല. ഡീപ്പായിട്ടുള്ള ഇല്ല, അത് അത് അങ്ങനെയല്ല. അത് അതായത് ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരണല്ലോ ചേട്ടാ. വരാണ്ട് നമുക്ക് വേണോ വേണ്ടോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഒരെണ്ണം കൊടുത്തു നോക്ക്, പറയാം. അത് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇപ്പം എന്താണ് ടോക്സിക് പോലുള്ള പടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ വില്ലന്മാര് ഭയങ്കര, ഇപ്പം ദുരന്തത്തിലാണെങ്കിലും അത്രയും വില്ലത്തരം കാണിച്ചിട്ടും ആരാണ്? പിന്നെ എന്താ നമ്മള് നോർമലി നിൽക്കുന്ന ഒരു ഇതിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ ഓപ്പർച്യൂണിറ്റി ആണല്ലോ അത്. ആസ് എൻ ആക്ടർ ദാറ്റ് ഇസ് റിയലി എക്സൈറ്റിംഗ്. നന്മമരത്തിന് ഒരു ലെയർ അല്ലേ ഉള്ളൂ. അപ്പൊ അത് വളരെ പ്ലെയിൻ ആയിരിക്കും. ഓഫ് കോഴ്സ് ആർക്കില്ലാത്ത പിന്നെ പൊതുവെ പലരും പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് താരമാവണ്ട, എനിക്ക് നടനായാൽ മതി. അതൊരു തരത്തിലൊരു ഒഴിഞ്ഞു എനിക്ക് ഇത്രയും കാലമൊക്കെ അങ്ങനത്തെ ചിന്തയായിരുന്നു. എനിക്ക് ഇനി നോ എക്സ്ക്യൂസ്, താരമാവണം.
ആരായി ഞാൻ മറ്റേ കഴിഞ്ഞ ദിവസം കല്യാണി പ്രിയദർശന്റെ ഒരു ഇത് കണ്ടുള്ളൂ, ഐ വോണ ബി എ സ്റ്റാർ എന്ന് പറഞ്ഞുള്ള സാധനം. പുള്ളിക്കാരി പറഞ്ഞത് അത് തരുന്ന ഫ്രീഡം ഷീ ലൈക്സ് ഇറ്റ് സോ മച്ച് എന്ന്. സ്റ്റാർ ആവാന്ന് പറയുന്നത് ഈസി അല്ല. No. ടാഗ് വേണം, അല്ലല്ല എല്ലാം ചെയ്യണം. അതല്ല, സ്റ്റാർ ആയി കഴിയുമ്പോ പുള്ളിക്കാരിക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് എന്നാണ് ആള് പറഞ്ഞത്, വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. കാരണം നമ്മൾ ആ ഒരു സ്റ്റാർഡും അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ വി ഹാവ് സേ, നമുക്ക് നമ്മുടെ വരുന്ന പടങ്ങൾ അല്ലെങ്കിൽ ഇതില് നമുക്ക് പറയാൻ അവിടെ സേ ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതല്ലാതെ നിൽക്കുന്ന സമയത്ത്, നമുക്ക് പടമില്ലാത്ത നിൽക്കുന്ന സമയത്ത് വരുന്ന പടങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും, കാശിന് വേണ്ടി എടുക്കേണ്ടി വരും. ആൾക്കാർ നമ്മളെ ഫ്രെയിമിൽ കണ്ടിട്ട് കുറെ നാളായി, അപ്പൊ പിന്നെ മുഖം കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടി വരും. ആ എന്താ ദാരിദ്ര്യമില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, ഒരു സ്പേസ് ആണ്. കല്യാണം വരെ വെക്കേഷൻ ആണ് തിയേറ്ററിൽ. ഈ കല്യാണം വരെ നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് തോന്നുന്നുണ്ടോ? സിനിമ ജീവിതം അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തും എന്ന് തോന്നുന്നു? ഒരൊറ്റ തിരിയിലെഴുതല്ലേ. പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ എന്ത് മാറ്റം വേണമെങ്കിലും അതെ, ഇല്ല. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെ? ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, ആളുകളാണ് അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ്. ഉത്തരം പറഞ്ഞില്ല. ഹോപ്പ്ഫുള്ളി അത് കല്യാണമരം, ഐ മീൻ കല്യാണമരം എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ സിനിമയിലും നമ്മുടെ പ്രതീക്ഷ അത് തന്നെയാണ്. എല്ലാ സിനിമയിലും അഭിനയിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണെന്നാണ് ഐ തിങ്ക് സോ, യു നോ. ഒരു ചോദ്യം വിട്ടുപോയതാണ് നേരത്തെ പറഞ്ഞിട്ട്, ഫാസിലിന്റെ പോലെ എന്നുള്ള ചോദ്യം. ഇത് എപ്പോഴെങ്കിലും ഫഹദിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഫഹദിന്റെ പോലെ ഇട്ടോ എന്ന് ഫഹദിനോട് ചോദിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾ തമ്മിൽ ഒരു കണ്ടുമുട്ടുന്നുണ്ട്. ഇല്ല, ഞങ്ങള് തമ്മിൽ ആകെ കണ്ടിട്ടുള്ളത് മാലിക്കില് ഞാൻ പുള്ളി ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമായിരുന്നു. അതും പുള്ളിക്കാരൻ ഒത്തിരി അകലെയാണ് നിൽക്കുന്നത്, ഞാൻ ഒത്തിരി അകലെയാണ്. ഒരുമിച്ച് കാറിനകത്തിരിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എന്താ രണ്ട് അപ്പൊ അങ്ങനെ ഒരു കണ്ടുമുട്ടലേ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് ഹായ് പോലും പറഞ്ഞിട്ടില്ല, നത്തിങ്. അതെ, ചേട്ടാ ആ ഡയലോഗ് ഭയങ്കര ഔട്ട് ഓഫ് ഫാഷൻ ആണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളെ കണ്ട അറിയില്ല. അപ്പൊ എന്തായാലും കല്യാണം വരെ വെക്കേഷനിൽ ഇറങ്ങുന്നു. നേരത്തെ പറഞ്ഞ പോലെ മാസ് ഹീറോ ആവട്ടെ, സൈക്കോ, വയലൻസ്, എന്തൊക്കെ റോൾ എന്താണെങ്കിലും എല്ലാം വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.